നോ ഇത് ഈ എല്ലാവരും അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. പിന്നെ നോ DYSP അവിടെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പിന്നെ ഇത് ഈ 2 പേർക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ. ബാക്കി 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി ഗൗരവമുള്ള നടപടി. ഇവരെ ആ വീട്ടിൽ വെച്ച് തന്നെയാണോ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്, അതോ പോലീസ് സ്റ്റേഷനിലോട്ട് ഇവരെ കൊണ്ടുവന്നായിരുന്നു? നോ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇവർ പോലീസ് വാഹനത്തിലാണോ വന്നത്? നോ അല്ല. അത് നമുക്ക് വിശദമായി എൻക്വയറി ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ. ഇപ്പോൾ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയുള്ള അല്ല, അത് മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. 2 പേര് സസ്പെൻഡ് ആയിരുന്നു. സോ അത് ബന്ധപ്പെട്ട നടപടി ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. 2 പേർക്കാണോ? ആലുവ റൂറൽ SP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് MG സാബു ആ സമയത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഫൈസലിൻ്റെ വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. എന്തായാലും MG സാബു ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ റൂറൽ SP സ്ഥിരീകരിക്കുന്നത്, പറയുന്നത്? അക്ഷയ, കഴിഞ്ഞ ദിവസം നടന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് റൂറൽ SPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് ഈ 3 പോലീസുകാർ അതോടൊപ്പം തന്നെ DYSP ഈ ഘട്ടത്തിൽ പോലീസ് ആകിന്റെ ഭാഗമായിട്ടാണ് ആ വീട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് മൊത്തം 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ 3 പേർ ചോദ്യം ചെയ്യലിനിടെയാണ് പോലീസുകാരാണ് എന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം കൂടാതെ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഉദ്യോഗസ്ഥരല്ല. ഇതിനിടയിലാണ് ഈ പോലീസുകാരാണ് ഇക്കൂട്ടത്തിൽ DYSPയും ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട്, അതായത് ഇവർ എന്തിനു വന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ റൂറൽ SP വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം അടങ്ങുന്നത് അത് പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ചോദിച്ചിരുന്നു, ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണല്ലോ ആ DYSP, അതായത് ഇദ്ദേഹം തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിലവിൽ ഇവരുടെ ഈ പോലീസുകാരുടെയോ DYSPയുടെയോ പേര് പറയാനും അദ്ദേഹം തയ്യാറായില്ല. നിലവിൽ ഈ ആഗിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു വീട് നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ നിന്ന് 5 പേരെ കസ്റ്റഡിയിലെടുത്തതിൽ ഈ പറയുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിൽ DYSPയും ഉണ്ട് എന്ന് ഇപ്പോൾ റൂറൽ SP വൈഭവ് സക്സേന വ്യക്തമാക്കിയത്. അക്ഷയ. ശരി, ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ DYSP MG സാബു വീട്ടിലുണ്ടായിരുന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളിലും ഇപ്പോഴും ഒരു വെളിപ്പെടുത്തൽ തുറന്നു പറയാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ശ്യാം, ഇനിയിപ്പോഴുള്ള നടപടികൾ, റിപ്പോർട്ട് DGPക്ക് കൈമാറേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്കുണ്ടാകുന്ന നടപടികളെ പറ്റി എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്? ഒപ്പം തന്നെ കൂടുതൽ ഈ ഓപ്പറേഷനെ സംബന്ധിച്ച് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ? ഈ കൊച്ചി കേന്ദ്രീകരിച്ച ഒരുപാട് ഗുണ്ടാസംഘങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആലുവ റൂറൽ ഈ ഗുണ്ടാസംഘങ്ങളുടെ തേർവാഴ്ചക്കെതിരെ പോലീസ് കർശന നടപടികൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഈ തമ്മനം ഫൈസലിൻ്റെ വീടും പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഇവർ ഔദ്യോഗിക വാഹനത്തിലല്ല ഇവർ എത്തിയതെന്നും ഈ പോലീസ് ഇപ്പോൾ നിലവിൽ റൂറൽ SP വ്യക്തമാക്കുന്നുണ്ട്. ഇവർ 3 പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ DYSPയുമാണ് ഉണ്ടായിരുന്നത് എന്നതും വ്യക്തമാക്കുന്നു. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. നിലവിൽ ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശരി.